ശ്രീ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ്. സർ, ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഉറ്റുനോക്കുക ആ സർക്കാരിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ്. സർക്കാരിൻ്റെ നയം എന്താണ്, സർക്കാരിൻ്റെ ദിശ, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാവണം സാധാരണഗതിയിൽ നയപ്രഖ്യാപനം. പക്ഷേ നിരാശയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഉണ്ടായത്. അതായത് ഇതിൻ്റെ മുഖമുദ്ര നയരാഹിത്യമാണ്. സർ, ഒരു പ്രതീക്ഷയും ഈ നയപ്രഖ്യാപനം സമൂഹത്തിന് മുന്നിൽ വെക്കുന്നില്ല എന്നതാണ് വസ്തുത. സർ, സൂക്ഷ്മവായനയിൽ ആ നയരാഹിത്യം നിഷ്ക്രിയത്വത്തിൻ്റേതാണ്. ഈ നയം കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഉതകുന്നതല്ല. മാത്രമല്ല, കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നത് കൂടിയാണ്. സർ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നയം സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുതരം സമരസപ്പെടൽ, കീഴടങ്ങൽ മനോഭാവം ഇതിനകത്ത് കാണാൻ കഴിയും. സർ, സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഹനിക്കുന്നതാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ യാതൊന്നും പരാമർശിക്കപ്പെട്ടില്ല. സർ, ഇവിടെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് മേൽ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരുതരം രാഷ്ട്രീയ ദുരൂഹത ഉയർന്നു വന്നു എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പതിയെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. സർ, നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിച്ചു വന്നതിന് ശേഷം കണ്ടത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വലിയ തർക്കം നടക്കുന്നതാണ്. അത് ആ പാർട്ടിയുടെ പ്രശ്നമാണ്. ഞങ്ങളാരും അതിൽ അഭിപ്രായം പറയാൻ പോയില്ല. പക്ഷേ തെരുവുകളിൽ ഗ്രൂപ്പ് യുദ്ധം സംഘടിപ്പിക്കുന്നതായി പിന്നീട് കാണാൻ കഴിയും. അതെല്ലാം കഴിഞ്ഞു, ഭരണം തുടങ്ങി. സർ, തുടക്കത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത്? ഇവിടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്നു എന്നതാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായ പ്രതീതി. സർ, ഉന്നത ഉദ്യോഗസ്ഥതലത്തിൽ നടത്തിയ മാറ്റങ്ങൾ അത് ഏകപക്ഷീയമായി പോയി എന്ന ആരോപണം മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയരുകയാണ്. അവിടെയാണ് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഇല്ലായ്മ വരുന്നത്. സർ, ഇവിടെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കാനും ഫെഡറൽ വ്യവസ്ഥയെ തച്ചു തകർക്കാനുമാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളി, ഇതെല്ലാം തുറന്നു വരികയാണ്. മതനിരപേക്ഷത അനുദിനം അപകടപ്പെടുത്തുന്ന സമീപനം ശക്തിപ്പെടുന്നു. പക്ഷേ
ഇത്തരം നയങ്ങൾക്കെതിരെ നയപ്രഖ്യാപനം കുറ്റകരമായ മൗനം പാലിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സർ, നാം ചർച്ച ചെയ്താണ് സത്യപ്രതിജ്ഞാവേളയിലെ വന്ദേമാതര പ്രശ്നം. സർ, അത് വല്ലാത്തൊരു ദുരനുഭവമായല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിനുള്ള കീഴ്പ്പെടലല്ലേ അതുണ്ടായത്. യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് കരുതാമോ? ഇന്നലെ കർണാടകയിലും അത് ആവർത്തിച്ചു എന്ന് വരുമ്പോൾ ഒരനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ കാണേണ്ടത്. സർ, സത്യപ്രതിജ്ഞാവേദിയിലെ മന്ത്രിസഭാംഗങ്ങൾ മാത്രം മതിയെന്ന് ഗവർണർ നിർദ്ദേശിച്ചുവെന്നും അത് തിരുത്തിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാർ അഭിമാനപൂർവ്വം പറയുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ സൗന്ദര്യം ഈ RSS അജണ്ട അംഗീകരിക്കുന്നതിൽ അതിന് വഴങ്ങാതെ നിൽക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? സർ, ഇവിടെ ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ പരാജയം അംഗീകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ഉയർത്തിയ രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് വെച്ച വികസന പരിപ്രേക്ഷ്യമുണ്ട്. അതെല്ലാം ഞങ്ങൾ മുറുകെ പിടിക്കുക തന്നെയാണ്. ഇവിടെ നേരത്തെ ചില പരാമർശങ്ങളുണ്ടായി. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അത് ഇതോടെയെല്ലാം അവസാനിച്ചുവെന്നല്ല ഞങ്ങൾ കാണുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സർ, ഇവിടെ നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും BJP ജയിച്ചു വന്നിരിക്കുന്നു. ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. UDF 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നിയമത്തിൻ്റെ കാര്യത്തിൽ 2021 കിട്ടിയ വോട്ട് ഈ മഹാതരംഗം UDF അനുകൂലമായി ഉയർന്നു വന്നപ്പോൾ എന്തേ 2026 കിട്ടാതിരുന്നത് എന്നതും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. സർ, ഒരു പ്രത്യേകത കാണാനിടയായി. അത് സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ ഇവിടെ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ അഭിനന്ദിക്കുന്ന നിലയുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ നയപ്രഖ്യാപനത്തിലുള്ള ഭൂരിഭാഗവും BJPയുടെ പ്രകടന പത്രികയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കടമെടുത്ത് തയ്യാറാക്കിയതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. സർ, BJP അജണ്ട അനാവരണം ചെയ്യുന്ന നയപ്രഖ്യാപനമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം അതിനെ അനുകൂലിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. സർ, നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക വിവേചനം കേന്ദ്ര സർക്കാരിൽ നിന്നും നേരിടുന്നൊരു നാടാണ്. GST നഷ്ടപരിഹാരം, വായ്പാപരിധി നിയന്ത്രണം, കേന്ദ്ര നികുതി വിഹിതത്തിലെ അനീതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതക്കുറവ്, സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ഇടപെടൽ, ഇങ്ങനെ കേരളത്തിൻ്റെ ധനസ്ഥിതിയെ തകർക്കാനുള്ള ഒട്ടേറെ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സർ, ഇതിനെല്ലാം എതിരെ കരുത്തുറ്റ പോരാട്ടങ്ങൾ കൂടിയാണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ഏറ്റെടുത്തതും അതോടൊപ്പം തന്നെ ഇതെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. സർ, എന്നാൽ ആ കാലത്ത്
കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രതിപക്ഷത്തിൻ്റേതായ സഹായം ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല എന്നത് ഓർക്കേണ്ടതാണ്. സർ, ഇപ്പോൾ ധവളപത്രം ഇറക്കി കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇത് കയ്യിൽ കിട്ടി, വായിച്ചു നോക്കിയിട്ടില്ല. ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് എന്ന മട്ടിലാണ് നേരത്തെ പറഞ്ഞത്. സർ, ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? ഇന്നലെ വൈകുന്നേരമാണ് ആ റിപ്പോർട്ട് ലഭിക്കുന്നത്. സാധാരണ നിലയിൽ അത്തരമൊരു റിപ്പോർട്ട് ലഭിച്ചാൽ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ചെക്കിംഗ് ധനവകുപ്പ് നടത്തണ്ടേ? ധനവകുപ്പ് അത്തരമൊരു ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ടുണ്ടോ? നിയമവകുപ്പ് കാണേണ്ട കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. സിവിൽ സർവൻസ് പരിശോധിച്ച് സർക്കാർ രേഖയായി ഓതൻറ്റിക്കേറ്റ് ചെയ്യാതെ കണ്ണടച്ച് സഭയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായ രീതിയാണോ? സർ, മന്ത്രിസഭ കണ്ടുവെന്ന് നേരത്തെ അവകാശപ്പെടുകയുണ്ടായി. സർ, മന്ത്രിസഭ കണ്ടതുകൊണ്ട് ഫാക്ട് ചെക്ക് നടന്നു എന്ന് വരുമോ? സർക്കാരിൻ്റെ പേരിൽ പുറത്തു വരുന്ന പോളിസി ഡോക്യുമെൻറ്റുകൾ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയർ അനുസരിച്ചല്ലേ വേണ്ടത്? സാമ്പത്തിക നയം, ധനകാര്യ വിലയിരുത്തൽ, ഇതിലെല്ലാം അതിൻ്റേതായ നടപടിക്രമങ്ങൾ വേണ്ടേ? ഇവയ്ക്കെല്ലാം സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ടല്ലോ. ക്യാബിനറ്റ് സർക്കുലേഷൻ, മുഖ്യമന്ത്രിയുടെ അംഗീകാരം, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് കൺകറൻസ്, ഇതെല്ലാം ഈ രേഖയുടെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ച് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനക്ഷേമത്തെ അധിക ചെലവായി കാണാത്ത, സാമൂഹ്യനീതിയുടെ അടിത്തറയായി കാണുന്ന ഒരു രാഷ്ട്രീയ ദിശയാണ്. ആ നിലപാട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിഫലിച്ചില്ല. ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിരാശാജനകമാണ്. സർ, തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ച് പുതുതായി വന്ന BBG റാംജി അതിനെപ്പറ്റി ഒന്നും പരാമർശിച്ചതായി കണ്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ, വർഗീയ ചര്യതിൽ സൃഷ്ടിക്കുന്ന നയങ്ങൾ, ഇതൊന്നും എതിർത്തതായിട്ട് കാണുന്നില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം നമ്മുടെ നാടിനെ വല്ലാതെ ബാധിക്കുന്നതാണ്. ഇതിലും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ തുറന്നെതിർക്കുന്നതായി കാണുന്നില്ല. പ്രവാസികളെ ദോഷകരമായി ബാധിക്കുന്ന ഗൾഫ് പ്രതിസന്ധി, അതിനെപ്പറ്റിയും പരാമർശമില്ല. സർ, ഈ സ്ഥിതിവിശേഷം കേരളത്തെ എങ്ങനെ ബാധിക്കും? ഇത് മറികടന്നു പോകാൻ എന്തൊക്കെയാണ് നയപരിപാടികൾ? ഇതൊന്നും നയപ്രഖ്യാപനം പരാമർശിക്കുന്നില്ല. സർ, വലിയ ആശങ്ക ഉയർത്തുന്നത് ക്ഷേമനയങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം തുടരുമോ? പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ? ലൈഫ് ഭവന പദ്ധതി തുടരുമോ? ക്ഷേമ ബോർഡുകൾ സംരക്ഷിക്കപ്പെടുമോ? ഭാവി കേരള വികസനത്തിൻ്റെ ചാലകശക്തിയായ കിഫ്ബി തുടരുമോ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്ക് തുടർച്ചയുണ്ടാകുമോ? ഇതിനെല്ലാമുള്ള മറുപടി ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. സർ, പുതുയുഗ കേരളം ഒരു മുദ്രാവാക്യം മാത്രമായി നയപ്രഖ്യാപനത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിനുള്ള കർമ്മപരിപാടി? അത് സംബന്ധിച്ച് ഒരു വരി പോലും ഈ നയപ്രഖ്യാപനത്തിലില്ല എന്നതാണ് വസ്തുത. സർ, അങ്ങക്കിനി എത്ര സമയം കൂടെ വേണം? ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിനങ്ങ് സമയം അനുവദിക്കണമെന്നാണ്. അതായത് നമ്മുടെ ബഹുമാനായ നിലമ്പൂർ അംഗം നേരത്തെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. അതൊരു പൊതുവിൽ അദ്ദേഹം മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തെ പോലെ ചില അംഗങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് പറയുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് പറയാനുള്ളൊരു സമയം
അങ്ങ് അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സർ, ഇന്നലെ നിലമ്പൂർ അംഗം എന്തോ ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന നിലയിലാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കണ്ടത്. സർ, ഇത് കേട്ട് കൈയടിച്ച ആളുകൾ നമ്മുടെ സഭയിലുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. വർഷങ്ങൾക്ക് മുൻപ് അരുൺ ഷൂരി ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ എഴുതിയ നിറം പിടിപ്പിച്ച നുണകളും അർദ്ധസത്യങ്ങളും ഇവിടെ വീണ്ടും ഉയർത്തി പുതിയ കാര്യമായി കാണിക്കാനുണ്ടായത്. അരുൺ ഷൂരി ആകട്ടെ ആശ്രയിച്ചത് സംഘപരിവാറിൻ്റെയും ചില പഴയ കോൺഗ്രസ്സുകാരുടെയും മുനതേഞ്ഞ ആരോപണങ്ങളാണ്. അതിനെല്ലാം അപ്പോൾ മറുപടിയും നൽകിയിട്ടുണ്ട്. ആ മറുപടിക്ക് മുന്നിൽ വിശദീകരണമില്ലാതെ അവർ തളർന്നിരുന്നിട്ടുമുണ്ട്. അത് ബഹുമാനായ ഷൗക്കത്ത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ വിമർശിച്ചായിരുന്നു ഷൂരിയുടെ ആ ലേഖനം. അതിന് അന്നത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എം ബസവ പുന്നയ്യ ഇല്ലസ്ട്രേറ്റ് വീക്കിലിയിൽ തന്നെ മറുപടി നൽകി. പീപ്പിൾസ് ഡെമോക്രസിയിൽ വിശദമായ മറുപടിയും നൽകി. രണ്ടാം ലോക മഹായുദ്ധം 1939 രണ്ട് സാമ്രാജ്യത്വ ശക്തി ധ്രുവങ്ങളാണ് ഉണ്ടായത്. അച്ചുതണ്ട് ശക്തികൾ ഒരു ഭാഗത്ത്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി; മറുവശത്ത് സഖ്യശക്തികൾ, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക. സോവിയറ്റ് യൂണിയൻ ആദ്യഘട്ടത്തിൽ ഇരുവശത്തും ഇല്ലായിരുന്നു. സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ ചേർന്നില്ല. 1941 ജർമ്മനിയും കൂട്ടാളികളും വലിയ മുന്നേറ്റമുണ്ടാക്കിയ ശേഷം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അതോടെയാണ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനോടൊപ്പം ചേർന്ന് ജർമ്മനിക്കെതിരെ യുദ്ധരംഗത്തേക്ക് വന്നത്. ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് തീക്ഷ്ണമായ സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞത് എൻ്റെ സഹതാപം ഇംഗ്ലണ്ടിനോടൊപ്പമാണ് എന്നാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവിനോട് താൻ അങ്ങനെ പറഞ്ഞതായി ഗാന്ധിജി തന്നെ തൻ്റെ സമാഹൃത കൃതികളിൽ എഴുതിയിട്ടുമുണ്ട്. ഇതേ കാലത്താണ് യുദ്ധോത്സുകമായ മുന്നേറ്റത്തിന് സുഭാഷ് ചന്ദ്രബോസ് ഇറങ്ങുന്നത്. നേതാജിയുടെ സമരോത്സുകതയോട് ജനങ്ങൾ കൂടുതൽ അടുക്കുന്നത് കണ്ടാണ് 1942 ആഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത്. ഗാന്ധിജി പോലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകിയ സഖ്യത്തിനാണ് മാനസിക പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞല്ലോ. ഹിറ്റ്ലറുടെ ജർമ്മനി യുദ്ധം ജയിക്കുന്ന ഘട്ടം വന്നാൽ അത് ലോകത്തെയാകെ നാസിസം കീഴ്പ്പെടുത്തുമെന്ന ശരിയായ വിലയിരുത്തലായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അതിനാലാണ് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ പക്ഷത്തിന് പിന്തുണ നൽകിയത്. അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷ് രാജിനെ അംഗീകരിച്ചു കൊടുത്തു എന്നല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യത്തിൽ ബ്രിട്ടനൊപ്പം മാനസികമായി നിലകൊണ്ട ഗാന്ധിജി 1943 42 തൊട്ടടുത്ത വർഷം തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം പിൻവലിച്ചത് ലോകരാഷ്ട്രീയത്തെ ഫാസിസം വിഴുങ്ങുമെന്ന ആസന്നമായ കാര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് പറയുന്നവർ ഒരു കൊല്ലത്തിനുള്ളിൽ അത് പിൻവലിക്കപ്പെട്ട സാഹചര്യവും ആലോചിക്കണം. ഇനി വേറൊരു കാര്യം, അരുൺ ഷൂരി ആക്ഷേപിച്ച അതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ആ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ സായുധമായി എതിരിട്ടത്. പെഷവാർ, കോൺപൂർ, മദ്രാസ്, മീററ്റ്, ലാഹോർ ഗൂഢാലോചന കേസുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽ ചുമത്തപ്പെട്ടത് ഇതേ കാലത്താണ്. കോൺഗ്രസിന് മേൽ നിരോധനമില്ലാതിരുന്നു ആ കാലത്ത്. എന്നാൽ ആ കാലത്ത് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരുന്നു എന്നതും ഓർക്കേണ്ടതാണ്. നിരോധനം നീങ്ങി 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ നടന്നത്. 139 പ്രതിനിധികളാണ് അതിലുണ്ടായിരുന്നത്. സർ, ആ 139 പ്രതിനിധികളുടെ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് വന്നപ്പോൾ അവർ ആകെ ജയിലിൽ കഴിഞ്ഞ വർഷം 411 വർഷമാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമരചരിത്രം. 139 ആൾ.
ഒന്നോ അതിലധികമോ തവണ ജയിലിൽ കഴിഞ്ഞവരായിരുന്നു അവരിൽ 70% പേരും. അതായത് ഈ പാർട്ടി നേതാക്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പകുതിയോളം കാലം ജയിലുകൾക്കുള്ളിലായിരുന്നു എന്നർത്ഥം. 53% പ്രതിനിധികൾ ഒളിവിൽ കഴിഞ്ഞവരായിരുന്നു. അവരുടെ ആകെ ഒളിവ് ജീവിതകാലം കൂട്ടിയാൽ അതും 54 വർഷം വരും. സർ, 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനം പിൻവലിച്ചിട്ടും ഒന്നാം കോൺഗ്രസ് സമയത്ത് 695 പാർട്ടി അംഗങ്ങൾ ജയിലിലായിരുന്നു. അവരിൽ 105 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിക്കപ്പെട്ടിരുന്നത്. സർ, ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരും അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ടാണല്ലോ പ്രവർത്തിച്ചിരുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരചരിത്രം, രക്തലിപികളിൽ എഴുതിയ സമരചരിത്രം. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. PC ജോഷി എഴുതിയ കത്തിനെ പറ്റി പാർട്ടി നിലപാട് വിശദീകരിച്ച് ഒരു കത്തല്ല പല കത്തും എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് പാർട്ടി നിലപാടാണ്. ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിന് അനുകൂലമായി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് എഴുതിയത്. ഇതിലൊരിടത്തും കോൺഗ്രസ്സുകാരെ പിടിച്ചു തരാം എന്ന ഭാഗമില്ല. PC ജോഷി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കോൺഗ്രസ്സുകാരായി സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നവരാണ്. അതും ബഹുമാനപ്പെട്ട ഷൗക്കത്തിന് അറിയാതിരിക്കില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു ഒറ്റിൻ്റെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. സർ, ആ ഒറ്റിൻ്റെ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1946 പുന്നപ്ര വയലാറിൽ, 1948 മുതൽ 51 വരെ മലബാറിൽ പോലീസിനൊപ്പം സഞ്ചരിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടാൻ കൂട്ടുനിന്ന ഷൗക്കത്തിൻ്റെ പൂർവികരുടെ പേരുകൾ നിരത്തിയാൽ തീരില്ല. സർ, ഇവിടെയാണ് നമ്മൾ മോയാരത്തെ ആലോചിക്കേണ്ടത്. മഹാനായ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാരനായിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് അന്നത്തെ കുറുവടിപ്പട വഴിയിലിട്ട് തല്ലിച്ചതച്ച് പോലീസിനെ ഏൽപ്പിച്ച് ജയിലിൽ കൊണ്ടുപോയി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തിയത്. അത് ആദ്യം പിടിച്ചതും തല്ലിയതും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കുറുവടിപ്പടയായിരുന്നു. അതും ബഹുമാനപ്പെട്ട ഷൗക്കത്തിന് അറിയുമെന്നറിയില്ല. സർ, ഇവിടെ CPയുടെ 5 രൂപ പോലീസിൽ ചേർന്ന് പുന്നപ്ര വയലാറിലെ പോരാളികളെ ഒറ്റിയവരെ കാണാൻ കഴിയും. മലബാറിൽ കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടാൻ MSPക്കാർക്കൊപ്പം വീട് കയറിയ ആളുകളെയും മറക്കാൻ കഴിയുന്നില്ല. ചരിത്രം പറയുമ്പോൾ നിലമ്പൂർ അംഗം അരുൺ ഷൂരിയുടെ വാദവും കൊണ്ടുവരാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. BJPയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയുണ്ടായി. സർ, നിലമ്പൂർ MLAയുടെ പാർട്ടി 1921 മലബാർ കാർഷിക കലാപത്തെ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് മാപ്പിള ലഹള എന്ന് പരിഹസിച്ച കൂട്ടരാണ്. മലബാറിലെ കാർഷിക ജനതയുടെ സമരത്തെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ അന്ന് കോൺഗ്രസ് പാർട്ടി തയ്യാറായിരുന്നു. സർ, മലബാർ കാർഷിക കലാപം മാത്രമല്ല, പിന്നീട് 1969 മലപ്പുറം ജില്ല എന്ന ആശയത്തിന് തന്നെ എതിര് നിന്നവരായിരുന്നു കോൺഗ്രസ്സുകാർ. സംഘപരിവാറിനോടൊപ്പം തോളോട് തോൾ ചേർന്നാണ് അന്ന് നിലക്കൊണ്ടിരുന്നത്. 1969 വഴിക്കടവിൽ നിന്നും ആരംഭിച്ച മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ ആരൊക്കെയായിരുന്നു നയിച്ചത് എന്ന് ബഹുമാന്യനായ ഷൗക്കത്തിന് നല്ല നിശ്ചയമുണ്ടായിരിക്കുമല്ലോ. ജില്ലാ വിരുദ്ധ സമരത്തിനായി AB വാജ്പേയി കേരളത്തിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വന്നു. കണ്ട, വാജ്പേയിയുടെ പേര് പറയുമ്പോൾ അവിടെ ഒരു പൊള്ളൽ. യഥാർത്ഥത്തിൽ പൊള്ളേണ്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെക്കാളും പൊള്ളൽ അപ്പുറത്താണ് കാണുന്നത്. ഇതൊക്കെ സർ സമയം ചേർന്നതെന്നാണ് ആ കാലത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്തത്. സമയം പാലിക്കണം. ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ അവസരം നൽകിയതിന് ഷൗക്കത്തിന് നന്ദി രേഖപ്പെടുത്തട്ടെ. സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രം എതിരിട്ട UDF എന്ത് ബദലാണ് സർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്? ജനങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പ്രഖ്യാപനവും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല. ഇവിടെ LDF തുടങ്ങിവെച്ച വികസന കുതിപ്പുകളെ പിന്നോട്ടടിപ്പിക്കുമെന്ന ആശങ്കയാണ് ഈ നയപ്രഖ്യാപനത്തിൻ്റെ. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയത്തെ ശക്തമായി എതിർക്കുകയാണ്.